ഹരി ഓം. എട്ടാമത്തെ സ്തുതി യജ്ഞവരാഹസ്തുതി. സ്വയംഭുവമനു പത്നിയോടുകൂടി നമസ്കരിച്ച് തൊഴുതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, സർവപ്രാണികളുടെയും ജനകനും രക്ഷിതാവും അവിടുന്നാണല്ലോ. അതുകൊണ്ട് അവിടുത്തെ പരിചരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് ഗുരുപൂജ ചെയ്തു കഴിഞ്ഞു. ഇനി വേണ്ടത് അങ്ങ് ഈ ശതരൂപയിൽ ഗുണങ്ങൾ കൊണ്ട് തനിക്ക് തുല്യരായ പുത്രന്മാരെ ജനിപ്പിച്ച് ശാസ്ത്രരീതിയിൽ ഭൂമിയെ കാത്തു രക്ഷിച്ച് ധർമ്മത്തിനൊത്ത കർമ്മങ്ങളാൽ ഈശ്വരനെ പൂജ ചെയ്ത് വസിക്കുക. പ്രജാപാലനമാണ് നിന്റെ ധർമ്മം. അത് നീ ചെയ്താൽ ഋഷികേശനും സന്തുഷ്ടനാകും. മനു പറഞ്ഞു, ഭഗവൻ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. സർവഭൂതങ്ങൾക്കും താമസത്തിനുള്ള ഭൂമി പ്രളയത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. വല്ലവിധവും അത് ഉദ്ധരിക്കാൻ ശ്രമിച്ചാലും. മനുവാക്യം കേട്ട് ബ്രഹ്മാവ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയെ നോക്കി. ഭൂമിയെ ഉയർത്താൻ എന്താണ് മാർഗം? ഇതിന് ഒരു ഉപായം ഭഗവാൻ തന്നെ തോന്നിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കെ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് യജ്ഞവരാഹസ്വരൂപനായ ഭഗവാൻ തള്ളവിരലിനോളം മാത്രം വലുപ്പമുള്ള പന്നിക്കുഞ്ഞായി പുറത്തു വന്നു. ഉടനെ തന്നെ ആ പന്നിക്കുട്ടി ആനയോളം വലുതായി. ഈ സമയം ആ മൃഗം അതിഘോരമായി ഗർജനം ചെയ്തു. സത്യലോകത്തിലെ മുനിമാർ ഈ ഗർജനം കേട്ട് ഭഗവാന്റെ ലീലയാണെന്ന് മനസ്സിലാക്കി വേദസൂക്തങ്ങളാൽ വിഷ്ണു സ്തുതി ചെയ്തു. നമുക്കും സ്തുതി വായിക്കാം, അതിനുശേഷം അർത്ഥം നോക്കാം. ഋഷയ ഊചുഃ ജിതം ജിതം തേ ജിതയജ്ഞഭാവന ത്രയീന്തനും സ്വാം പരിധുന്വതേ നമഃ യദ്രോമഗർത്തേഷു നിലില്ലുരധ്വരാ തസ്മൈ നമഃ കാരണസൂകരായ തേ രൂപം തവൈതന്നനുദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയദധ്വരാത്മകം ഛന്ദാംസി യസ്യ ത്വജിബർഹിരോമസോ ആജ്യം ദൃശിത്വം ഗൃഷു ചാതുർഹോത്രം സൃക്തുണ്ട ആസി സ്രുവ ഈശനാസയോ ഇടോദരേ ചമസാ കർണരന്ധ്രേ പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗ്രഹാസ്തു തേ യച്ചർവണം തേ ഭഗവന്നഗ്നിഹോത്രം ദീക്ഷാനുജന്മോപസദശിരോധരം ത്വം പ്രായണീയോ ദയനീയദംഷ്ട്ര ജിഹ്വാ പ്രവർഗ്യസ്തവ ശീർഷകം കൃതോ സഭ്യാവസത്യം ചിദയോസവോഹിതേ സോമസ്തുരേതസ്സവനാന്യവസ്ഥിതി സംസ്ഥാവിഭേദാസ്തവ ദേവധാതവ സത്രാണി സർവാണി ശരീരസന്ധി സ്ത്വം സർവയജ്ഞകൃതുരിഷ്ടിബന്ധന നമോ നമസ്തേ അഖിലമന്ത്രദേവതാ ദ്രവ്യായ സർവകൃതവേ ക്രിയാത്മനേ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. ദംഷ്ട്രാഗ്രകോട്യാ ഭഗവസ്ത്വയാ ധൃത വിരാജതേ ഭൂതരഭൂസ്സഭൂതര യഥാ വനാന്നിസ്സരതോ ദതാ ധൃത മതംഗജേന്ദ്രസ്യ സപത്രപത്മിനീ ത്രയീമയം രൂപമിദം ച സൗകരം ഭൂമണ്ഡലേ നാഥ തഥാ ധൃതേന തേ ചകാസ്തി ശൃംഗോടഖനേന ഭൂയസ കുലാചലേന്ദ്രസ്യ യഥൈവ വിഭ്രമ സംസ്ഥാപയൈനാം ജഗതാം സദസ്തുഷാം ലോകായ പത്നീമസിമാതരം പിതാ വിധേമ ചാസ്യൈ നമസാ സഹത്വയാ യസ്യാ സ്വതേജോഗ്നിമിവാരണാവഥ കശ്രദ്ധതീതാന്യതമസ്തവ പ്രഭോ രസാംഗതായാ ഭുവ ഉദ്വിബർഹണം ന വിസ്മയോസോ ത്വയി വിശ്വവിസ്മയേ
യോ മായയേദം സസൃജേതി വിസ്മയം വിധുന്വതാ വേദമയം നിജം വഭു ജനസ്തപസ്സത്യനിവാസിനോ വയം സടാശിഗോദ്ധോദശിവാംബുബിന്ദുഭി വിമൃജ്യമാനാ വൃഷമീശപാവിത സ വൈ ബദഭ്രഷ്ടമതിസ്തവൈഷതേ യക്കർമ്മണാം പാരമപാരകർമ്മണ യദ്യോഗമായാ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിദേഹിശം. നമുക്ക് അർത്ഥം നോക്കാം. ഋഷികൾ പറഞ്ഞു, ദേവാ ജയിക്കട്ടെ ജയിക്കട്ടെ, യജ്ഞവരാഹമൂർത്തിയായി രൂപം ധരിച്ച അങ്ങേക്ക് നമസ്കാരം. യജ്ഞാത്മകമായ ഈ രൂപം ദുഷ്ടന്മാർക്കൊരിക്കലും കാണാൻ സാധിക്കാത്തതാണ്. രോമകൂപങ്ങളിൽ യജ്ഞങ്ങൾ ലയിച്ചിരിക്കുന്നവനും ഭൂമിയെ ഉദ്ധരിക്കാൻ വരാഹരൂപമെടുത്തവനുമായ അങ്ങയ്ക്ക് നമസ്കാരം. സർവമന്ത്രമൂർത്തിയും സർവദേവതാസ്വരൂപനും സർവദ്രവ്യസ്വരൂപനും സർവയജ്ഞാത്മാവുമായ അങ്ങയ്ക്ക് നമസ്കാരം. വൈരാഗ്യം, സാധന, ഭക്തി, ചിത്ത ഏകാഗ്രത എന്നിവയാൽ സാക്ഷാത്കരിക്കപ്പെട്ട ജ്ഞാനസ്വരൂപനും ആ ജ്ഞാനം പ്രദാനം ചെയ്യുന്ന പരമഗുരുവുമായ അങ്ങേക്ക് പിന്നെയും പിന്നെയും നമസ്കാരം. ഇനി ഭൂമിയെ ലോകനന്മയ്ക്കു വേണ്ടി നേരെ ഉറപ്പിച്ച് വെക്കണം. മായയാൽ മോഹിപ്പിക്കുന്ന അങ്ങയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു, ഞങ്ങൾക്ക് മോക്ഷമരുളണം. ഇങ്ങനെ മുനികൾ സ്തുതിക്കുന്നതിനിടയിൽ വരാഹമൂർത്തി ഭൂമിയെ യഥാസ്ഥാനം ഉറപ്പിച്ചിട്ട് മറഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ.